ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ ഊസോപ്പിന് ഒരു പവറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നാൽ അത് നമ്മുടെ എൽബാഫിൽ വെച്ച് നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഇതിനുള്ള കുറച്ച് ഹിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. നമുക്കിപ്പോൾ 6.2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമുക്കത് പെട്ടെന്ന് തന്നെ 7K അടുപ്പിക്കണം. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഞാനധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഡ്രസ് റോസ് ആർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഊസാപ്പിന് ഒരു രീതിയിലുള്ള പവറപ്പോ അല്ലെങ്കിൽ വലിയൊരു സീനോ ഒന്നും തന്നെ നമ്മുടെ സ്റ്റോറിയിൽ കിട്ടിയിട്ടില്ല. ഹോൾ കേക്ക് ഐലൻഡിലായിക്കോട്ടെ, നമ്മുടെ വാനോ ആർക്കിലായിക്കോട്ടെ, ഊസാപ്പ് പ്രത്യേകിച്ച് വലുതായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം, നമ്മുടെ സ്ട്രോ ഹാറ്റ് സ്ക്രൂവിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ നമ്മുടെ ഊസോപ്പ് തന്നെയാണ്. അതിൽ വലിയ സംശയമൊന്നും വേണ്ട. നാമിക്ക് സിയൂസിനെ കിട്ടിയതുകൊണ്ട് നാമിയുടെ പവറും കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചോപ്പർ എങ്ങനെയാണ് നമ്മുടെ ക്യൂനിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തതെന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ക്രൂവിൽ ഏറ്റവും വീക്കായിട്ടുള്ളത് നമ്മുടെ ഊസോപ്പ് തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിൽ ഒരു പക്ഷേ നമ്മുടെ ഊസോപ്പ് ഫേസ് ചെയ്യാൻ ചാൻസസ് ഉള്ള ഓപ്പണൻസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഊസോപ്പ് ഇപ്പോൾ വളരെ വീക്കാണ്. നമ്മുടെ ഊസോപ്പ് ഫ്യൂച്ചറിൽ നേരിടുന്ന ഉറപ്പുള്ളൊരു ക്യാരക്ടറാണ് നമ്മുടെ വാൻ ആഗ്ലർ. നമുക്കറിയാം വാൻ ആഗ്ലർ എത്രമാത്രം പവർഫുൾ ആണെന്ന്. വാനെ നമ്മുടെ ലൂഫി ഗിയർ 4 ഉപയോഗിച്ച് ഡിഫീറ്റ് ചെയ്ത നമ്മളെ ബിസ്ക്കറ്റ് സ്പാൻ അവനെ എത്ര ഈസി ആയിട്ടാണ് ഡിഫീറ്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഡിഫീറ്റ് ചെയ്തിട്ടില്ല, അവൻ്റെ ബിസ്ക്കറ്റ് സ്ക്രോറിൻസിനെ വളരെ ഈസി ആയിട്ട് തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വാനുമായിട്ട് എങ്ങനെയായിരിക്കും നമ്മുടെ ഊസോപ്പ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഊസോപ്പിന് നല്ല രീതിക്കുള്ളൊരു പവറപ്പ് കിട്ടും. അത് എൽബാഫിലാണെന്ന് ഞാൻ പറയാൻ കാരണം, എൽബാഫ് ഐലൻഡിന് വേണ്ടി ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് നമ്മുടെ ഊസോപ്പ് തന്നെയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഊസോപ്പിൻ്റെ പവറപ്പിനെ കുറിച്ച് ഇതുവരെ ഒരു ഹിൻറ്റും കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് ചെറിയൊരു കാര്യം, നമ്മുടെ അവിടെ പണ്ട് ഡ്രോ ചെയ്ത ഊസോപ്പിൻ്റെ ഒരു സീനിൽ ഊസോപ്പ് ഒരു സ്ക്വയറിലും ഒരുമിച്ച് കിടന്ന് ഉറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഏകദേശം അതുപോലെ തന്നെയുള്ള ഒരു സ്ക്വയറിൽ നമ്മുടെ സ്റ്റോറിയിൽ അപ്പിയർ ആയിട്ടുണ്ട് നമ്മുടെ റാഗ്നിയർ. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ നമ്മുടെ റാഗ്നിയർ നമ്മുടെ ഊസോപ്പിനെ ചൂസ് ചെയ്തേക്കാം. നമുക്കറിയാം, നമ്മുടെ റാഗ്നിയർ ലോക്കീനെ ചൂസ് ചെയ്തതുപോലെ തന്നെ ഒരു പക്ഷേ നമ്മുടെ ഊസോപ്പിനെയും ഫ്യൂച്ചർ ചൂസ് ചെയ്തേക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഊസോപ്പിൻ്റെ സ്ട്രെങ്ത് വളരെയധികം കൂടുന്നതായിരിക്കും. ഇതിനു മുമ്പും നമ്മൾ സ്റ്റോറി കാണിക്കുന്നത് നമ്മുടെ ഊസോപ്പ് പല സമയത്തും ഹാമർ യൂസ് ചെയ്യുന്നതായിട്ട്. ഇനി ഒരു പക്ഷേ നമ്മുടെ ഓട ഇതായിരിക്കും ഫോർ ഷാഡോ ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഊസോപ്പിന് നല്ല രീതിക്കുള്ളൊരു പവറപ്പ് തന്നെയായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇവിടെയുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മുടെ ഊസോപ്പ് ഒരു സ്നൈപ്പറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഊസോപ്പ് നമ്മുടെ റാഗ്നിയർ വെച്ച് എങ്ങനെയായിരിക്കും ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ഊസോപ്പിൻ്റെ റെപ്യൂട്ടേഷൻ സ്നൈപ്പർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മുടെ റാഗ്നിയർ വെച്ച് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഊസോപ്പ് ഒരു സ്നൈപ്പർ അല്ലാതായി മാറുന്നതായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ ഊസോപ്പ് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമായിരിക്കും നമ്മുടെ റാഗ്നിയർ ഉപയോഗിക്കുക. നമ്മൾ കണ്ടിട്ടുണ്ട് പല സിറ്റുവേഷനിലും നമ്മുടെ ഊസോപ്പ് തൻ്റെ ഹാമർ യൂസ് ചെയ്യുന്നത്. അതൊക്കെ തനിക്ക് വിജയിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് മാത്രമാണ്. ഒരു പക്ഷേ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലായിരിക്കും നമ്മുടെ റാഗ്നിയർ നമ്മുടെ ഊസോപ്പ് ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മുടെ റാഗ്നിയർ നമ്മുടെ ഊസോപ്പിന് ചൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരു സമയത്തിലേക്ക് കാണുന്നവരെ ബൈ ബൈ.